നമസ്കാരം. കേരളത്തിൽ 2024 എത്ര പേരെ നായ കടിച്ചു എന്നറിയാമോ? 1,15,046 പേർക്കാണ് നായ കടിയേറ്റത്. 2023 71,606 പേരെ. അതാണ് 2024 1.15 ലക്ഷം ആയത്. ഇനി ഒന്നും വേണ്ട, ഈ വർഷം ജനുവരിയിൽ മാത്രം നായ കടിച്ചവരുടെ എണ്ണമുണ്ട്. അത് 11,649 ഒരു മാസം 11,000 പേരെ നായ കടിക്കുക എന്നാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നർത്ഥം. കൊടിയ പകർച്ചവ്യാധി പോലെ ആവർത്തിക്കുകയാണ്. വീടിന് പുറത്തിറങ്ങുന്നവരെ മാത്രമല്ല, വീടിനുള്ളിലേക്ക് ഓടിക്കയറി വരെ നായ്ക്കൾ കടിക്കുന്നു. കഴിഞ്ഞ 7-8 വർഷമായി ബർത്ത് കൺട്രോൾ നടത്തിയിട്ടും എങ്ങനെയാണ് നായ്ക്കളുടെ എണ്ണം കൂടുന്നത്? ബർത്ത് കൺട്രോൾ കൊണ്ട് എല്ലാം നിയന്ത്രണത്തിലാകും എന്ന് കരുതുന്ന കേന്ദ്ര സർക്കാർ ഇതിനുള്ള ഉത്തരം പറയണം. ബർത്ത് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്ന സംസ്ഥാന സർക്കാരും മറുപടി പറയണം. ജനന നിയന്ത്രണം നടത്താൻ ബാധ്യതപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളും വിശദീകരണം നൽകണം. സ്പോട്ട് ലൈറ്റ് ആരംഭിക്കുന്നു. പേ നായ്ക്കൾ വേട്ടയാടുന്ന കാലം. ദക്ഷിണേന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പേ വിഷബാധ മരണങ്ങൾ സംഭവിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ കേരളത്തിൽ കൊല്ലപ്പെട്ടത് 8 പേരാണ്. 2021 ശേഷം വാക്സിൻ എടുത്ത 22 പേരാണ് പേ വിഷബാധയേറ്റ് മരിച്ചത്. ഞരമ്പുകൾ മുറിയുന്ന വിധത്തിൽ നായകൾ കടിച്ചതാണ് വാക്സിൻ ഫലിക്കാത്തതിന് കാരണം എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. മുഖത്തും തലയിലും ആഴത്തിൽ കടിയേറ്റാൽ വാക്സിൻ ഫലിക്കണം എന്നില്ല. മറ്റെവിടെയെങ്കിലും ഞരമ്പുകൾ മുറിഞ്ഞാലും വാക്സിൻ പ്രവർത്തിച്ചു തുടങ്ങും മുമ്പ് തലച്ചോറിലേക്ക് പേവിഷം എത്താം. അതെല്ലാം സാങ്കേതികമായ കാരണങ്ങളാണ്. പ്രശ്നം അവിടെയല്ല, എന്ത് വിശ്വസിച്ച് കുട്ടികളെ പുറത്തിറക്കും എന്നതാണ്. സ്വന്തം വീട്ടുമുറ്റത്തും ഉമ്മറത്തും ഇരിക്കുന്ന കുട്ടികളെയാണ് പേ പിടിച്ച നായ്ക്കൾ കടിക്കുന്നത്. തെരുവ് നായ്ക്കളെ ഇങ്ങനെ അലയാൻ വിടുന്നതിൻ്റെ ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുത്തേ മതിയാകൂ. എല്ലാ കാലത്തും ഇങ്ങനെ പരസ്പരം പഴിചാരലുമായി തുടരാൻ കഴിയുമോ? നായ കടിക്കുന്നവരുടെ എണ്ണം ജനസംഖ്യാനുപാതികമായി എടുത്താൽ കേരളം അതീവ ഗുരുതരാവസ്ഥയിലാണ്. 19,96,00,000 പേരുള്ള ഉത്തർപ്രദേശിൽ 2024 നായകടിയേറ്റവരുടെ എണ്ണം 1,64,009. 3,40,00,000 മാത്രം ജനസംഖ്യയുള്ള കേരളത്തിൽ കടിയേറ്റത് 1,15,046 പേർക്കും. 10,46,00,000 പേരുള്ള പശ്ചിമ ബംഗാളിൽ നായ കടിച്ചത് 76,486 പേരെ മാത്രവും. കേരളത്തിൽ നായ കടിക്കുന്നവരുടെ എണ്ണം ഒരു വർഷം 1,00,000 കടക്കുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ: തെരുവ് നായ്ക്കളുടെ എണ്ണം ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നായ്ക്കളെ പിടികൂടി ജനന നിയന്ത്രണം ഏർപ്പെടുത്താനാകുന്നില്ല. ഒരു മാസം പേരിന് 8-10 നായ്ക്കളെ പിടികൂടുന്നതല്ലാതെ മറ്റൊന്നും ഇവിടെ നടക്കുന്നില്ല. കേരളത്തിലെ തെരുവുകളിൽ അലയുന്നതിൽ 1% നായ്ക്കളെ പോലും പിടികൂടി വന്ധ്യംകരണം നടത്തിയിട്ടുണ്ടാവില്ല. നായ്ക്കൾ കേരളത്തിൽ സ്വാഭാവികമായി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ റാബീസ് നയം അനുസരിച്ച് 2030 ആകുമ്പോഴേക്കും രാജ്യത്ത് പേ വിഷബാധയേറ്റുള്ള മരണങ്ങൾ ഇല്ലാതാക്കണം. ഇതനുസരിച്ച് ആദ്യം വേണ്ടത് വാക്സിൻ ഉറപ്പാക്കുക എന്നതാണോ അതോ നായ കടിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുകയാണോ വേണ്ടത്? നായ കടിച്ചു വരുന്നവർക്കെല്ലാം വാക്സിൻ കൊടുക്കാനുണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? ഭ്രാന്തമായി ഞരമ്പുകൾ വരെ കടിച്ചു മുറിക്കുന്ന നായ്ക്കളുള്ളപ്പോൾ വാക്സിൻ ഉണ്ടായിട്ട് എന്താണ് കാര്യം? തെരുവു നായ്ക്കൾ ഒരു അനിവാര്യതയല്ല. നായ്ക്കളെ പിടികൂടി വന്ധ്യംകരിക്കുകയും പുനരധിവസിപ്പിക്കുകയുമാണ് പേ വിഷബാധ ഇല്ലാതാക്കാനുള്ള ആദ്യ പടി. വാക്സിൻ രണ്ടാമത്തെ ഘടകം മാത്രമാണ്. വാക്സിൻ കമ്പനികൾക്ക് കാശുണ്ടാക്കാനാകരുത് ദേശീയ റാബീസ് നയം. നായ്ക്കൾ അലയാത്ത തെരുവുകളാണ് ആദ്യമുണ്ടാകേണ്ടത്. 3 തവണ പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷമാണ് കൊല്ലം വിളക്കുടി ജാസ്മിൻ മൻസിലിൽ നിയ ഫൈസൽ മരിച്ചത്. വീട്ടുമുറ്റത്ത് കയറിയാണ് തെരുവ് നായ കടിച്ചത്. വാക്സിൻ എടുത്ത ശേഷം ഏപ്രിൽ 9 പത്തനംതിട്ട പുല്ലാട് ഭാഗ്യലക്ഷ്മി എന്ന 13-കാരിയും ഏപ്രിൽ 29 മലപ്പുറം തേഞ്ഞിപ്പലത്ത് സിയ എന്ന 6 വയസ്സുകാരിയും മരിച്ചു. വാക്സിൻ എടുത്ത ശേഷം ഉണ്ടാകുന്ന മരണങ്ങൾ
മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഞരമ്പുകളെ ബാധിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഇത് സംഭവിക്കുന്നത്. വാക്സിൻ ഫലപ്രദമായി നൽകാത്തതുകൊണ്ടുകൂടിയാണ്. പ്രത്യേക പരിശീലനം ലഭിച്ചവർ മാനദണ്ഡങ്ങൾ പാലിച്ച് വാക്സിൻ നൽകിയാൽ അല്ലാതെ പേവിഷബാധ തടയാനാവില്ല. ഇതുമാത്രമല്ല, കടിയേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കണം. മുറിവുകളിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നത് ഉൾപ്പെടെയുള്ള ചിട്ടകൾ കൂടി പ്രതിരോധത്തിൽ പ്രധാനമാണ്. കുട്ടികൾക്ക് കടിയേൽക്കുമ്പോൾ പരിഭ്രാന്തരാകുന്നവർ ഇത്തരം പ്രഥമ ശുശ്രൂഷകളൊന്നും നൽകാറുമില്ല. ഇതെല്ലാം പക്ഷേ കോപ്പി ബുക്കിൽ എഴുതി വച്ചിരിക്കുന്ന കാരണങ്ങൾ മാത്രമാണ്. ആത്യന്തിക പ്രശ്നം മുമ്പ് പറഞ്ഞതുപോലെ നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കാത്തത് തന്നെയാണ്. ഇങ്ങനെ നായ കടിക്കുന്നവരുടെ എണ്ണം കൂടിയാൽ ഏറ്റവും ആദ്യം ബാധിക്കുന്നത് വിനോദസഞ്ചാരത്തെ ആയിരിക്കും. വഴിയിലിറങ്ങിയാൽ നായ കടിക്കും എന്ന സ്ഥിതി ഉണ്ടായാൽ വിദേശ സഞ്ചാരികളും ആഭ്യന്തര സഞ്ചാരികളും ഇവിടെ എത്താൻ മടിക്കും. പ്രായമായവർക്കും കുട്ടികൾക്കും വഴിയിലിറങ്ങാൻ കഴിയാത്ത സ്ഥിതി ഇപ്പോൾ തന്നെ പല പഞ്ചായത്ത് വഴികളിലുമുണ്ട്. ഓടിച്ചാൽ കൂട്ടമായി എത്തി വേട്ടനായ്ക്കളെ പോലെ ആക്രമിക്കുന്നതാണ് രീതി. നാഷണൽ റാബീസ് കൺട്രോൾ പ്രോഗ്രാം പ്രഖ്യാപിച്ചെങ്കിലും അതിലെ പണം കൃത്യമായി എത്ര സംസ്ഥാനങ്ങൾക്ക് കിട്ടി? നിസ്സാര കാര്യങ്ങളുടെ പേരിൽ എത്ര ഫണ്ട് തടഞ്ഞു വച്ചു? അവശ്യ മരുന്നായി പ്രഖ്യാപിച്ചിട്ടും എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും റാബീസ് വാക്സിൻ ഉണ്ടോ? ആന്റി റാബീസ് വാക്സിനും ആന്റി റാബീസ് സെനവും എത്രമാത്രം പ്രാദേശിക തലത്തിൽ ലഭ്യമാണ്? റാബീസ് ഇല്ലാതാക്കാനുള്ള സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ കേരളത്തിൽ നടപ്പായോ? ഇങ്ങനെ അനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. പേവിഷബാധ മാനവ ചരിത്രത്തിന്റെ തുടക്കം മുതലുള്ളതാണ്. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഏറെക്കുറെ നിയന്ത്രിച്ചു കഴിഞ്ഞതുമാണ്. അവിടെ വർഷം 10 പേർ വരെയൊക്കെ മരിക്കുന്നത് നായ്ക്കളുടെ കടിയേറ്റല്ല, ചെന്നായ്ക്കളുടെയും മരപ്പട്ടികളുടെയും മറ്റും കടിയേറ്റാണ്. തെരുവ് നായ്ക്കൾ ചെന്നായ്ക്കളെ പോലെ വേട്ടയാടുന്നത് ഏറ്റവും കൂടുതലുള്ള നാടുകളിലൊന്ന് കേരളമാണ്. ഇവിടെയാണ് തിരുത്തൽ ഉണ്ടാകേണ്ടത്. സ്പോട്ട്ലൈറ്റിനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.